ഇത്തവണ എൻ്റെ ഓണാഘോഷത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. കാരണം മറ്റൊന്നല്ല, കഴിഞ്ഞ ദിവസം തൃശ്ശൂർ വിയൂർ സെൻട്രൽ ജയിലിലെ അന്തേവാസികൾക്കൊപ്പം ഒരു ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിരുന്നു. ജയിലെന്ന് പറയുമ്പോൾ കൂടുതൽ ആളുകളും തടവ് പുള്ളികളാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. പക്ഷേ അവരും മനുഷ്യരാണല്ലോ. ജീവിതത്തിൽ എന്തൊക്കെയോ സാഹചര്യത്തിൽ തെറ്റ് ചെയ്തവരും തെറ്റ് ചെയ്യാത്തവരും അവിടെ ഉണ്ടായിരിക്കാം. എല്ലാം മറന്ന് പുറത്തു വന്ന് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറേ പാട്ടും പാടി മിമിക്രിയുമായി കുറേ നേരം ഞാൻ അവരുടെ കൂടെ ചെലവിട്ട് പുറത്തിറങ്ങുമ്പോൾ അവിടുത്തെ സൂപ്രണ്ട് പറഞ്ഞു, മണിയെക്കുറിച്ച് ഇവിടുത്തെ ആളൊരു കവിത എഴുതിയിട്ടുണ്ട്, ഇവിടുത്തെ ഒരു അന്തേവാസി ഒരു കവിത എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബാബുരാജിനെ വിളിക്കൂ, ഞാൻ ആ കവിത ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം എന്ത് തെറ്റാ ചെയ്തെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്തൊരു ഭാവനയായിരുന്നു ആ വരികൾക്ക്. അതുപോലെ തന്നെ അദ്ദേഹം പാടുമ്പോൾ എന്നെക്കുറിച്ചുള്ള എൻ്റെ അനുഭവങ്ങളാണ് അദ്ദേഹം കുത്തിക്കുറിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാനും അറിയാതെ എവിടെയോ എൻ്റെ കണ്ണ് നനഞ്ഞു എന്നുള്ള സത്യമാണ്. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് തന്നെ പറഞ്ഞ എൻ്റെ പുതിയ കാസറ്റായ ഈ ഞാൻ പാടാൻ കൊതിച്ച പാട്ടുകളിൽ തീർച്ചയായിട്ടും ഈ കവിത ഉൾപ്പെടുത്തും. ബാബുരാജെ, അവിടുത്തെ എല്ലാവർക്കും ഞാൻ ഉറപ്പ് കൊടുത്തിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാബുരാജ് എഴുതിയ കവിത ഒരു കവിത രീതിയിൽ തന്നെ നമുക്ക് കേൾക്കാം. ദുരിതത്തിൻ മാറാല കെട്ടിയ കണ്ണീരുണങ്ങിപ്പുകയായ കൂരയിൽ അന്തിക്കുമോന്തി ഇരുളിലൂടെയൂളയിട്ടച്ഛന്റെ നാടൻ ശീലുകൾ, നാടൻ പാട്ടിന്റെ തെങ്ങോല മർമരം, തേക്കുപാട്ടിന്റെ പുഞ്ചപ്പരപ്പുകൾ, കൊയ്ത്തുപാട്ടിന്റെ ഊഷ്മളതാളവും, ഞാറ്റുപാട്ടിലുറഞ്ഞ വാത്സല്യവും, കൊച്ചരുവി തന്നോളത്തിൽ പരൽമീൻ പിടിച്ചതും ഈരരെ തോർത്താൽ പിടിച്ചതും, ദുരിതകാണ്ഡത്തിന്റെ ചൂണ്ടക്കൊളുത്തിൽ കുരുങ്ങിയ ബാല്യവും, കണ്ണുനീരിറ്റി ഉപ്പായ കഞ്ഞിയും നുകർന്നു നുനഞ്ഞ നീന്നു താരമായി, പണ്ടു നക്ഷത്രങ്ങളെ നോക്കിപ്പാടിയും കിനാക്കളാൽ മാനത്തു പാറിപ്പറന്നതും, മുച്ചക്രത്തിലൂടെ നീ താണ്ടിയ ജീവിത കഷ്ടനഷ്ടത്തിൻ ഗട്ടറുകളിലെ ദുഃഖങ്ങളെല്ലാം അലിഞ്ഞുറങ്ങാത്ത രാവുകൾ, കറുപ്പാർന്ന താരം സ്ക്രീനിൽ നിറഞ്ഞതും, മണിയെന്ന കാലത്തിൻ മണിയായി നിറഞ്ഞതും, നീരറ്റ നിസ്വർഗാശ്വാസമായതും, ഒന്നെന്ന പാടത്തെ ചുണ്ടിൽ നിറച്ചു നീ എന്നും മറക്കാതെ അറിയുന്നു നാടിൻ തുടിപ്പുകൾ. മറ്റാർക്കുമാവിൽ ഒരിക്കലും താരമേ ജാടസംസ്കാര ശൂന്യമാം ലോകത്തിൽ, ചാലക്കുടി എന്ന നാടും തരുക്കളും പുഴയുടെ താളവും പൊന്നാടൻ പാട്ടുകൾ, എങ്ങും മുഴങ്ങുന്ന മണി എന്ന പേരുപോൽ ഇനിയും ഉയരെ പറക്കുവാനാകട്ടെ, മണിക്കുമേലൊരു പരുന്തിൽ ഒരിക്കലും പാറുവാൻ രക്തം വിയർപ്പാക്കി നേടിയൊരിക്കാലത്തിൽ. ഇത്തവണ എൻ്റെ ഓണാഘോഷത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. കാരണം മറ്റൊന്നല്ല, കഴിഞ്ഞ ദിവസം തൃശ്ശൂർ വിയൂർ സെൻട്രൽ ജയിലിലെ അന്തേവാസികൾക്കൊപ്പം ഒരു ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിരുന്നു. ജയിലെന്ന് പറയുമ്പോൾ കൂടുതൽ ആളുകളും തടവ് പുള്ളികളാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. പക്ഷേ അവരും മനുഷ്യരാണല്ലോ. ജീവിതത്തിൽ എന്തൊക്കെയോ സാഹചര്യത്തിൽ തെറ്റ് ചെയ്തവരും തെറ്റ് ചെയ്യാത്തവരും അവിടെ ഉണ്ടായിരിക്കാം. എല്ലാം മറന്ന് പുറത്തു വന്ന് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറേ പാട്ടും പാടി മിമിക്രിയുമായി കുറേ നേരം ഞാൻ അവരുടെ കൂടെ ചെലവിട്ട് പുറത്തിറങ്ങുമ്പോൾ അവിടുത്തെ സൂപ്രണ്ട് പറഞ്ഞു, മണിയെക്കുറിച്ച് ഇവിടുത്തെ ആളൊരു കവിത എഴുതിയിട്ടുണ്ട്, ഇവിടുത്തെ ഒരു അന്തേവാസി ഒരു കവിത എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബാബുരാജിനെ വിളിക്കൂ, ഞാൻ ആ കവിത ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം എന്ത് തെറ്റാ ചെയ്തെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്തൊരു ഭാവനയായിരുന്നു ആ വരികൾക്ക്. അതുപോലെ തന്നെ അദ്ദേഹം പാടുമ്പോൾ എന്നെക്കുറിച്ചുള്ള എൻ്റെ അനുഭവങ്ങളാണ് അദ്ദേഹം കുത്തിക്കുറിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാനും അറിയാതെ എവിടെയോ എൻ്റെ കണ്ണ് നനഞ്ഞു എന്നുള്ള സത്യമാണ്. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് തന്നെ പറഞ്ഞ എൻ്റെ പുതിയ കാസറ്റായ ഈ ഞാൻ പാടാൻ കൊതിച്ച പാട്ടുകളിൽ തീർച്ചയായിട്ടും ഈ കവിത ഉൾപ്പെടുത്തും. ബാബുരാജെ, അവിടുത്തെ എല്ലാവർക്കും ഞാൻ ഉറപ്പ് കൊടുത്തിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാബുരാജ് എഴുതിയ കവിത ഒരു കവിത രീതിയിൽ തന്നെ നമുക്ക് കേൾക്കാം. ദുരിതത്തിൻ മാറാല കെട്ടിയ കണ്ണീരുണങ്ങിപ്പുകയായ കൂരയിൽ